ഹേ ഗൈസ്, എല്ലാവർക്കും 44Xന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലോട്ട് സ്വാഗതം. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മൾ മാർജിൻ്റെ പാർട്ട് 3 ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം, അധികം വൈകിപ്പിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് യൂസ്ഡ് മാർജിൻ ആണ്. അപ്പോൾ യൂസ്ഡ് മാർജിൻ എന്ന് പറയുന്നത് നമ്മളൊരു ട്രേഡിൽ നമ്മുടെ എത്ര മാർജിൻ യൂസ് ചെയ്തു, അപ്പോൾ അതിനെയാണ് നമ്മൾ യൂസ്ഡ് മാർജിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമ്മളിപ്പോൾ ഒരു മിനി ലോട്ട് USD/JPY എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഏകദേശം 3% മാർജിൻ റിക്വയർമെന്റ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്താണ്, എന്താണ് മാർജിൻ റിക്വയർമെന്റ് എന്നുള്ളതൊക്കെ. അപ്പോൾ ഏകദേശം ടോട്ടൽ മാർജിൻ ഏകദേശം 1 മിനി ലോട്ട് എടുത്ത കാര്യം തന്നെ 10,000 ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ടോട്ടൽ മാർജിൻ, ഇതിനെ നമ്മൾ വേറൊരു പേരും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ടോട്ടൽ മാർജിൻ എന്ന് പറയുന്നത് 10,000 ആണ്. അതിലത്തെ മാർജിൻ റിക്വയർമെന്റ് ഏകദേശം 3% വരുന്നുണ്ട്. അപ്പോൾ 10,000 3% ഏകദേശം $300 വരുന്നുണ്ട്. നമ്മുടെ ക്യാപിറ്റൽ ഏകദേശം $1,000 ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ യൂസ്ഡ് മാർജിൻ എന്ന് പറയുന്നത് 300 ആണ്. നമ്മളിപ്പോൾ 300 ആണ് ഈ ഒരു ട്രേഡിന് യൂസ് ചെയ്ത്. അപ്പോൾ നമ്മുടെ യൂസ്ഡ് മാർജിൻ എന്ന് പറയുന്നത് $300 ആണ്. അതേപോലെ തന്നെ ഫ്രീ മാർജിൻ, നമുക്ക് വേറെ ട്രേഡ്സ് എടുക്കാൻ എത്ര മാർജിൻ ഉണ്ട് അതിനെയാണ് ഫ്രീ മാർജിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രീ മാർജിൻ ഏകദേശം $700 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇക്വിറ്റിനെ കുറിച്ചാണ്. എന്താണ് ഇക്വിറ്റി? അപ്പോൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ ഇക്വിറ്റി, സ്റ്റോക്സിനെയൊക്കെ ഇക്വിറ്റി എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഫോറക്സിൽ ഇക്വിറ്റി എന്ന് പറയുന്നത് അക്കൗണ്ട് ബാലൻസ് പ്ലസ് ഫ്ലോട്ടിംഗ് പ്രോഫിറ്റ് ഓർ ലോസ് ആണ്. അപ്പോൾ അക്കൗണ്ട് ബാലൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഇനീഷ്യൽ ബാലൻസ്, നമ്മുടെ എത്രയാണോ നമ്മുടെ ബാലൻസ് ഉള്ളത് അതിനെയാണ് അക്കൗണ്ട് ബാലൻസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഫ്ലോട്ടിംഗ് പ്രോഫിറ്റ് ഓർ ലോസസ്, ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോ ഡിസ്കസ് ചെയ്താണ്, നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫ്ലോട്ടിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് എന്ന് പറയുന്നത് നമ്മളൊരു ട്രേഡിൽ എടുത്തിട്ടുണ്ട്, പക്ഷെ അത് ക്ലോസ് ചെയ്തിട്ടില്ല. ഓക്കെ, ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട്, അതിൽ ലോസ് ആകാം പ്രോഫിറ്റ് ആകും. ആ ഒരു ട്രേഡ് ഇപ്പോഴും റണ്ണിങ് ആണ്. അപ്പോൾ അത് ക്ലോസ് ചെയ്യാത്തിടത്തോളം കാലം അതിനെ ഫ്ലോട്ടിംഗ് പ്രോഫിറ്റ് എന്ന് പറയും. അപ്പോൾ അത് രണ്ടും കൂടി ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഓക്കെ, അക്കൗണ്ട് ബാലൻസ് ഏകദേശം $1,000 ആണെന്ന് വിചാരിക്കുക. നമ്മളൊരു ട്രേഡ് എടുത്തിട്ട് അതിൽ കറന്റ് നമ്മൾ ആ ക്ലോസ് ചെയ്തിട്ടില്ല ട്രേഡ്, ആ ഒരു ട്രേഡിന്റെ പ്രോഫിറ്റ് ഇപ്പൊ നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഏകദേശം $100 പ്രോഫിറ്റിലാണ് ഇരിക്കുക എന്ന് വിചാരിക്കുക. അപ്പൊ അതിന്റെ നമ്മുടെ ഇക്വിറ്റി എന്ന് പറയുന്നത് നമ്മുടെ അക്കൗണ്ട് ബാലൻസ് പ്ലസ് ഫ്ലോട്ടിംഗ് പ്രോഫിറ്റ്, അതിനെയാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. അത് $1,100 വരും. ഓക്കെ, അക്കൗണ്ട് ബാലൻസ് പ്ലസ് ഫ്ലോട്ടിംഗ് പ്രോഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഇക്വിറ്റി കിട്ടും. അപ്പോൾ നമുക്കിത് ഇക്വിറ്റി എന്ന് പറയുന്നത് പ്രോഫിറ്റിന്റെ കേസിൽ മാത്രമല്ല, ഇപ്പോൾ ഏകദേശം ഇവിടെ -100, അതായത് നമ്മൾ ലോസിലാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമ്മുടെ ഇക്വിറ്റി 1000 മൈനസ് 100 900 വരും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്. ഓക്കെ, ഇക്വിറ്റിയുടെ ഫോർമുലയാണ് അക്കൗണ്ട് ബാലൻസ് പ്ലസ് ഫ്ലോട്ടിംഗ് പ്രോഫിറ്റ്. ഇപ്പോൾ പ്രോഫിറ്റ് ഒരു $100 പ്രോഫിറ്റിലാണെങ്കിൽ ഏകദേശം $1,000 അക്കൗണ്ട് ബാലൻസ് ഉണ്ടെങ്കിൽ 1,100 ആയിരിക്കും നമ്മുടെ ഇക്വിറ്റി. ഇപ്പോൾ അതേപോലെ തന്നെ ഫ്ലോട്ടിംഗ് പ്രോഫിറ്റ്, ഓക്കെ, പ്രോഫിറ്റിന് പകരം ഇവിടെ ലോസ് ആണെങ്കിൽ ഏകദേശം $100 ലോസിലാണെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ബാലൻസ് 1000 ആണ്. 1000 മൈനസ് 100 വരും. അപ്പോൾ ഏകദേശം ഇക്വിറ്റി $900 വരും. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രീ മാർജിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ ഈ ഫ്രീ മാർജിൻ എന്ന് പറയുന്നത് നമ്മൾ ട്രേഡ്സ് എല്ലാം എടുത്തു കഴിഞ്ഞു, എന്നിട്ട് നമുക്ക് എത്ര മാർജിൻ ഉണ്ട് ഒരു പുതിയ പൊസിഷനിൽ. ഇപ്പോൾ നമ്മൾ ഓൾറെഡി 2-3 പൊസിഷനിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു പൊസിഷൻ നമുക്ക് എടുക്കണമെങ്കിൽ നമുക്ക് എത്ര മാർജിനാണ് നമുക്ക് ആവശ്യമുള്ളത്, ഇല്ലെങ്കിൽ എത്ര മാർജിൻ ബാക്കിയുണ്ട്, നമുക്കൊരു ട്രേഡ് ഓപ്പൺ ചെയ്യാൻ മതിയാകുന്ന വിധം നമുക്ക് എന്താ പറയുക മാർജിൻ ഉണ്ടോ, ഇല്ലെങ്കിൽ നമുക്ക് അത്ര ക്യാഷ് ഉണ്ടോ, അതിനെ മനസ്സിലാക്കാൻ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഫ്രീ മാർജിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രീ മാർജിൻ എന്ന് പറയുന്നത് ഇക്വിറ്റി മൈനസ് യൂസ്ഡ് മാർജിൻ ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സ്ലൈഡ്സിൽ ഡിസ്കസ് ചെയ്താണ്. ഇക്വിറ്റി എന്ന് പറയുന്നത് അക്കൗണ്ട് ബാലൻസ്, നമ്മൾ എത്ര ബാലൻസ് ഉണ്ടോ പ്ലസ് ഫ്ലോട്ടിംഗ് പ്രോഫിറ്റ് ഓർ ലോസ്. ഓക്കെ, ലോസ് ആണെങ്കിൽ മൈനസ് ചെയ്യണം നമ്മുടെ അക്കൗണ്ട് ബാലൻസിൽ, അതിനാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇക്വിറ്റി മൈനസ് യൂസ്ഡ് മാർജിൻ. ഇപ്പം നമ്മൾ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട്, നമ്മുടെ $1,000 തന്നെയാണ് നമ്മുടെ അക്കൗണ്ട് സൈസ് എന്ന് വിചാരിക്കുക. ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട്, ട്രേഡിൽ ഇപ്പോൾ കറന്റ് ലോസും ഇല്ല പ്രോഫിറ്റും ഇല്ല. അപ്പോൾ എന്താണ് നമ്മുടെ ഇക്വിറ്റി എന്ന് പറയുന്നത് അക്കൗണ്ട് ബാലൻസ് 1000 പ്ലസ് പ്രോഫിറ്റ് ലോസ് ഇല്ല, ഏകദേശം ബ്രേക്ക് ഇവനിലാണെന്ന് പറയും. ബ്രേക്ക് ഇവൻ എന്ന് പറയുന്നത് ലോസും ഇല്ല പ്രോഫിറ്റ് ഏകദേശം 0 സമ്മിലാണെന്ന് ഉപയോഗിക്കുക. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ബാലൻസ് പ്ലസ് 0 ആണ്, നമുക്ക് പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല. അപ്പോൾ ഏകദേശം $1,000 തന്നെയാണ് ഇക്വിറ്റി വരിക. അതിൽ നിന്ന് നമ്മൾ എത്ര രൂപ നമ്മൾ നമ്മുടെ ഒരു പൊസിഷനിൽ നമ്മൾ എൻ്റർ ചെയ്യാൻ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഒരു പൊസിഷനിൽ ഇപ്പോൾ റണ്ണിങ് ആണെന്ന് വിചാരിക്കുക, അത് $400 ആണ്. ഓക്കെ, നമ്മൾ ഇക്വിറ്റി പറഞ്ഞാണ്. ഇക്വിറ്റി എന്ന് പറയുന്നത് അക്കൗണ്ട് ബാലൻസ് പ്ലസ് പ്രോഫിറ്റ് അഥവാ ലോസ്. ഓക്കെ, ലോസ് ആണെങ്കിൽ മൈനസ് ചെയ്യണം. അപ്പോൾ ഏകദേശം $1,000 ആണ് അക്കൗണ്ടിൽ ഉള്ളത്. നമ്മളൊരു ട്രേഡ് എടുത്തിട്ടുണ്ട്, $400 മാർജിൻ യൂസ് ചെയ്തുകൊണ്ട് ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട്. പക്ഷെ ആ ട്രേഡ് ലോസും അല്ല പ്രോഫിറ്റിലും അല്ല. അപ്പം എന്താ സംഭവിക്കുക, ഇക്വിറ്റി
അക്കൗണ്ട് ബാലൻസ് പ്ലസ് പ്രോഫിറ്റ് ഓർ ലോസ് ഇല്ലേ, പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ലാത്ത സംഭവത്തിൽ നമ്മുടെ അക്കൗണ്ട് ബാലൻസ് ആണ് നമ്മുടെ ഇക്വിറ്റി. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഏകദേശം $1000 ഇക്വിറ്റി നമ്മളൊരു ട്രേഡ് എൻ്റർ ചെയ്തിട്ടുണ്ട്, അത് ഏകദേശം $400 ആണ്. ഓക്കെ, അപ്പൊ ഇക്വിറ്റി മൈനസ് യൂസ്ഡ് മാർജിൻ 1400 മൈനസ് നമുക്ക് ഏകദേശം ഇനി ട്രേഡ്സ് എടുക്കാൻ നമുക്ക് $600 കൂടെ നമ്മുടെ അക്കൗണ്ടിലുണ്ട്. ഓക്കെ, അതിനാണ് ഫ്രീ മാർജിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഒരു കാര്യം കൂടെ നോക്കാം, മാർജിൻ ലെവൽ എന്താണ്. ഓക്കെ, മാർജിൻ ലെവൽ എന്ന് പറയുന്നത് നമ്മുടെ എത്ര നമ്മൾ മാർജിൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിനെ മനസ്സിലാക്കാൻ യൂസ് ചെയ്യുന്ന ഒരു എന്താ പറയുക, ഒരു ഇൻഡിക്കേറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. അതിനെയാണ് മാർജിൻ ലെവൽ എന്ന് പറയുന്നത്. നമ്മൾ എത്ര മാർജിൻ നമ്മുടെ അക്കൗണ്ട്, നമ്മളിപ്പോൾ ഒരു $1000 ഉണ്ട്, $1000 എത്രയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്, നമ്മളൊരു അക്കൗണ്ട് എന്താ പറയുക ഒരു പൊസിഷനിൽ എൻ്റർ ചെയ്യാൻ നമ്മൾ എത്രത്തോളം നമ്മൾ മാർജിൻ യൂസ് ചെയ്തിട്ടുണ്ട് അതിനെ മനസ്സിലാക്കുന്ന ഒരു ലെവലാണ് മാർജിൻ ലെവൽ. അപ്പോൾ നമുക്കെപ്പോഴും ഒരു മാർജിൻ ലെവൽ ഞാൻ അടുത്ത സ്ലൈഡിൽ കാണിച്ചു തരാം. അപ്പോൾ മാർജിൻ ലെവൽ എപ്പോഴും കൂടി നിൽക്കുന്നത് നല്ലതാണ്. ഞാൻ എപ്പോഴാണ് കൂടി നിൽക്കുന്നത് കുറഞ്ഞ് നിൽക്കണമെന്ന് പറഞ്ഞുതരാം. അതൊരു മാത്തമാറ്റിക്കൽ പോലെയാണ്. അപ്പോൾ മാർജിൻ ലെവൽ കൂടി നിന്നാൽ കുഴപ്പമില്ല, പക്ഷെ കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു അളവിൽ കുറഞ്ഞ് ഏകദേശം ചിലപ്പോൾ ഒരു 100%, ഒരു 150% അങ്ങനെയൊക്കെയാണ് മാർജിൻ ലെവലിന്റെ പെർസെൻറ്റേജ് വരിക. അപ്പോൾ ഒരു സർട്ടൻ ലെവൽ ചിലപ്പോൾ ഒരു 100% താഴെ മാർജിൻ ലെവൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട്, ഓക്കെ, നമ്മുടെ അക്കൗണ്ടിലുള്ള എല്ലാ ട്രേഡ്സും നമ്മുടെ ബ്രോക്കർ മേ ബി ക്ലോസ് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ക്ലോസ് ചെയ്യും. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നുള്ളതൊക്കെ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം മാർജിൻ ലെവലിന്റെ ഒരു കാൽക്കുലേഷൻ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, മാർജിൻ ലെവൽ എന്ന് പറയുന്നത് ഇക്വിറ്റി ഡിവൈഡഡ് ബൈ യൂസ്ഡ് മാർജിൻ ഇൻറ്റു 100%. ഓക്കെ, അപ്പോൾ ഇക്വിറ്റി എന്നുള്ളത് നിങ്ങൾക്ക് വിശദമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇക്വിറ്റി എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക അക്കൗണ്ട് ബാലൻസ്. ഓക്കെ, അക്കൗണ്ട് ബാലൻസ് പ്ലസ് പ്രോഫിറ്റ് ആണെങ്കിൽ അത് പ്ലസ് ചെയ്യുക, ലോസ് ആണെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ബാലൻസ് അത് മൈനസ് ചെയ്യുക, അപ്പോഴാണ് ഇക്വിറ്റി ഉണ്ടാവുന്നത്. അപ്പോൾ ഇക്വിറ്റി ഡിവൈഡഡ് ബൈ യൂസ്ഡ് മാർജിൻ, നമ്മൾ എത്ര മാർജിൻ ആണ് ഒരു അക്കൗണ്ട് അല്ലെങ്കിൽ ഒരു ട്രേഡ് എടുക്കാൻ വേണ്ടി യൂസ് ചെയ്ത്, അതിനാണ് യൂസ്ഡ് മാർജിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻറ്റു 100%. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വിറ്റി ഏകദേശം $1000 ആണെന്ന് വിചാരിക്കുക, ഡിവൈഡഡ് ബൈ നമ്മൾ $400 ഒരു ട്രേഡ് എൻ്റർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ 1000 ഡിവൈഡ് ബൈ 400. ഓക്കെ, ഏകദേശം 1000 ഡിവൈഡ് ബൈ 400 ഇൻറ്റു 100% നമ്മൾ ചെയ്യുമ്പോൾ ഏകദേശം 250 എന്ന് വരും, 250%. ഓക്കെ, ഇതിങ്ങനെ തന്നെയാണ് പലതിലും. നമ്മളിപ്പോൾ ഏകദേശം നമ്മുടെ ഇക്വിറ്റി വേണമെങ്കിൽ ഒരു 900 ആണെന്ന് വിചാരിക്കും, 900 ഡിവൈഡ് ബൈ നമ്മൾ 400 യൂസ് ചെയ്യും, ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് അങ്ങനത്തെ ഒരു വാല്യൂ കിട്ടും, മാർജിൻ്റെ ലെവൽ കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി എങ്ങനെയാണ് മാർജിൻ ലെവൽ വരുന്നത്, ഏകദേശം 250 എന്ന് വരും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ മാർജിൻ ലെവൽ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ ഡയറക്റ്റ്ലി എന്താ കാൽക്കുലേറ്റർ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രോക്കർ തന്നെ മേലെ കാണിച്ചിരും നമ്മൾ എത്ര മാർജിൻ ലെവൽ യൂസ് ചെയ്യുന്നത്, എത്ര അതിങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ മാർജിൻ ലെവലിൽ ഒരു പരിമിതിയിൽ താഴെ പോയി കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് കംപ്ലീറ്റ്ലി വൈപ്പ് ഔട്ട് ആകുന്ന സ്ഥിതിയാണ്, അതിനാണ് നമ്മൾ ഈ ഒരു മാർജിൻ സ്റ്റോപ്പ് ഔട്ട് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഓരോ ബ്രോക്കറിനും ഓരോ മാർജിൻ സ്റ്റോപ്പ് ഔട്ട് ലെവൽസ് ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള മാർജിൻ സ്റ്റോപ്പ് ഔട്ടും അതേപോലെ തന്നെ അക്കൗണ്ടിൽ എപ്പോഴാണ് ബ്രോക്കേഴ്സ് കംപ്ലീറ്റ് ട്രേഡ്സ് ക്ലോസ് ചെയ്യുക എന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവും, ഇക്വിറ്റി എന്താണ്, മാർജിൻ ആണ്, മാർജിൻ ലെവലാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ എല്ലാ ചെറിയ പാർട്സ് ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് തന്നെയാണെന്ന് തോന്നുന്നു, കംഫർട്ടബിൾ എന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമാണെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ ഒന്നും കൂടെ പറഞ്ഞുതരാം, മാർജിൻ ലെവൽ എന്ന് പറയുന്നത് ഇക്വിറ്റി ഡിവൈഡ് ബൈ യൂസ്ഡ് മാർജിൻ ഇൻറ്റു 100. ഓക്കെ, ഇക്വിറ്റി ഏകദേശം $1000 ഡിവൈഡഡ് ബൈ നമ്മൾ എത്ര യൂസ് ചെയ്തു എന്നുള്ളതാണ് യൂസ്ഡ് മാർജിൻ എന്ന് പറയുന്നത്, ഇൻറ്റു 100. അതിനെ പെർസെൻറ്റേജ് കൺവേർട്ട് ചെയ്യാനാണ് നമ്മൾ ഇവിടെ 100 യൂസ് ചെയ്യുന്നത്. അപ്പോൾ 250 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഇക്വിറ്റി ഇപ്പോൾ 1100 ആണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല, നമ്മുടെ ബ്രോക്കർ ചെയ്തു തരും, ഇത് ജസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. പക്ഷെ മാർജിൻ ലെവൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്, മാർജിൻ ലെവൽ അറിഞ്ഞിരിക്കണം. എപ്പോഴാണ് നമ്മുടെ അക്കൗണ്ട് വൈപ്പ് ആകുക എന്നുള്ളത് നമുക്ക് ഇത് വെച്ച് വേണമെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാണെന്നുള്ളത് അടുത്ത ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോ ചെയ്യാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ വീഡിയോ ഇതുവരെ കണ്ടതിനും വളരെയധികം നന്ദിയുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ചെയ്ത് അറിയിക്കാണ്ടെങ്കിൽ അറിയിക്കാം. നമ്മുടെ ടെലിഗ്രാം ചാനലുണ്ട്, ഡെഫിനറ്റ്ലി ജോയിൻ ചെയ്യുക. അത്യാവശ്യം കോൾസ് ഒക്കെ ഇടാറുണ്ട്, മേ ബി ചില സമയത്ത് ഇന്നാക്റ്റീവ് ആയിരിക്കാം, വേറെയും കുറച്ച് തിരക്കുകളുണ്ടാകും. അപ്പോൾ നിങ്ങൾ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇതുവരെ കണ്ടതിനും വളരെയധികം നന്ദിയുണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.